കൊല്ലത്തെ തീതുപ്പുന്ന കാർ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് കാർ പിടിച്ചെടുത്തത്. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതാണ് വാഹനം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 2 വർഷത്തേക്ക് റദ്ദാക്കും. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, നേരത്തെ തീതുപ്പുന്ന കാറിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപകടകരമായ രീതിയിലുള്ള അഭ്യാസം. ഇതാരുടെ കാറാണ് എന്ന് തിരഞ്ഞ് മോട്ടോർ വാഹന വകുപ്പും പിന്നാലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളെ കണ്ടെത്തി. തുടർ നടപടി എങ്ങനെ, ജയശങ്കർ? കണ്ടെത്തിയത് പിന്നാലെ അയാളുടെ വീട്ടിലെത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു. വാഹനം എത്രയും പെട്ടെന്ന് ഹാജരാക്കണമെന്ന നിർദ്ദേശവും മോട്ടോർ വാഹന വകുപ്പ് നൽകി. പക്ഷേ ഈ വാഹന ഉടമ പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ വാഹനം ഹാജരാക്കാൻ തയ്യാറായില്ല. പിന്നാലെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അതീവ രഹസ്യമായി ഈ വാഹനം എവിടെയെന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തിയത്. അങ്ങനെ ഒടുവിലാണ് മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ഈ വാഹനം പിടിച്ചെടുത്തത്. വാഹനം രൂപമാറ്റം വരുത്തി മറ്റൊരു തലത്തിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിയതെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. ഒപ്പം തന്നെ വാഹനം പൊളിച്ചു മാറ്റാനുള്ള നീക്കവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സംശയം. 2017 രജിസ്ട്രേഷൻ വാഹനമാണ് ഇയാൾ 2024 വാങ്ങിയത്. 11 പിഴകൾ ഈ വാഹനത്തിന് നേരെ ചുമത്തിയിട്ടുണ്ട്. അതിൽ 4 നിലവിൽ അടച്ചു. വാഹനം ട്രാഫിക് സ്റ്റേഷനിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതാണ് വാഹനം. ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ MVD സസ്പെൻഡ് ചെയ്യും, അത് റദ്ദാക്കാനുള്ള ശുപാർശ ചെയ്യും. ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന മുഹമ്മദ് ഇർഫാന്റെ ലൈസൻസും റദ്ദു ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് MVD എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ശുപാർശ MVD നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എൻഫോഴ്സ്മെന്റ് RTO ദിലുവും സംഘവുമാണ് കൊല്ലത്ത് ഭീതി പടർത്തിയ ഈ തീ തുപ്പുന്ന വാഹനം കണ്ടെത്തുകയും അതിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. TK ശരി, പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതാണ് കാറ്. ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ഈ കാർ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് കാർ പിടിച്ചെടുത്തിരിക്കുന്നത്. രൂപമാറ്റം വരുത്താനുള്ള ശ്രമത്തിനിടെ പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ അഭ്യാസ പ്രകടനത്തിന് കടുത്ത നടപടി തന്നെ ഉണ്ടാകുന്നു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 2 വർഷത്തേക്ക് റദ്ദാക്കുന്നതുൾപ്പെടെ AV ജയശങ്കർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.